മലപ്പുറം ഊർങ്ങാട്ടിരി കൂരങ്കല്ലിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കാട് കയറ്റാനായി 21 മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ ഒരു പകൽ നീണ്ടുനിന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ശേഷം രാത്രി 7:30ഓടെയാണ് രക്ഷാദൌത്യം ആരംഭിക്കാനായത്. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇന്ന് തന്നെ പരിഹരിക്കുമെന്ന് DFO ഉറപ്പ് നൽകി. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടുകൊമ്പൻ വീണത്. ഈ ആനനെ ഇവിടുന്ന് കൊണ്ടുപോകും. കുരങ്കല്ലിൽ സണ്ണി കുടിവെള്ളമെടുക്കുന്ന കിണറ്റിൽ ഒന്ന് തിരിയാൻ പോലുമാകാതെ ആ കാട്ടുകൊമ്പൻ. സമീപത്തെ വീട്ടിൽ തുടർച്ചയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി ചർച്ച. രാത്രിയാകും വരെ ഒരു തീരുമാനവും എടുക്കാനാകാതെ വനംവകുപ്പ്. ഇന്നലെ ഊർങ്ങാട്ടിരിയിൽ ഇതായിരുന്നു കാഴ്ച. രാപ്പകൽ ഭേദമില്ലാതെ തുടർന്ന പ്രതിഷേധം. ഇത് ഒറ്റപ്പെട്ട ആനയാണ്. ഇത് കൃഷി സ്ഥലത്ത് മാത്രമേ കയറുള്ളൂ, വനത്തിൽ കയറിയല്ല. ഇന്ന് ഈ പറമ്പിലാണെങ്കിൽ നാളെ രാത്രി ആ പറമ്പില്, അങ്ങനെ തൊട്ടടുത്ത പറമ്പില്. സാറ് കണ്ടതാണല്ലോ ഈ മേഖല. ആനയെ കരയ്ക്കു കയറ്റി സമീപത്തെ കാട്ടിലേക്ക് കയറ്റിവിടാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നു. മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ മറ്റിടത്തേക്ക് മാറ്റാമെന്ന ഉറപ്പ് ആദ്യം DFO നൽകി. എന്നാൽ വൈകിട്ടോടെ സ്ഥിതി മാറി. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ അറിയിച്ചു. സമീപത്തെ കാട്ടിലേക്ക് തന്നെ വിടാനുള്ള വനംവകുപ്പ് നീക്കത്തിൽ ജനരോഷം പലപ്പോഴും അണപൊട്ടി. ജനം കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നടന്ന ചർച്ചകൾ ഫലം കണ്ടില്ല. വൈകിട്ട് 6:30 വീണ്ടും ചർച്ച. 3 വ്യവസ്ഥകളിൽ പ്രദേശവാസികൾ സമ്മതം മൂളി. കാട്ടാനയെ 500 മീറ്റർ അകലെയുള്ള കാട്ടിലേക്ക് വിട്ടാലും കുങ്കിയാനകളെ വെച്ച് പരിശോധിക്കും. RRT സംഘം സ്ഥലത്ത് എപ്പോഴും ഉണ്ടാകും. കിണറിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ അടുത്ത ദിവസം തന്നെ നൽകും. വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് ഉടൻ കൈമാറും. നാട്ടുകാർ സമ്മതം മൂളിയപ്പോഴേക്കും സമയം രാത്രി 7:30 പിന്നീട് രക്ഷാദൌത്യം. കിണറ്റിലേക്ക് ആഴത്തിലുള്ള ചാലുകീറി കിണറിന്റെ അരികിലെ മണ്ണിടിച്ച് ആനയ്ക്ക് കയറി വരാനുള്ള വഴിയൊരുക്കി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് ഉത്തരവിറക്കി. പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ച് ആനയ്ക്ക് പെട്ടെന്ന് കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. ആനയ്ക്ക് കയറി വരാനുള്ള കമ്പും തെങ്ങോല ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിണറ്റിലേക്കിട്ട് വനംവകുപ്പ് നടത്തിയ പരിശ്രമങ്ങൾ ഒടുവിൽ വിജയം കണ്ടു. ആന പതിയെ നടന്ന് കാട്ടിലേക്ക് കയറി. ഉൾക്കാട്ടിലേക്ക് പോയി എന്നുറപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സർവ്വസന്നാഹവുമായി സഹ്യനൊപ്പവും. ന്യൂസ് മലയാളം, മലപ്പുറം.